നാട്ടുപ്രമാണിമാർ അടിയാങ്ങളെ ഭീഷണിപ്പെടുത്തുകയും നിന്ദിക്കുകയും കുടിയിറക്കുകയും ചെയ്യുന്ന ഭാഷയായിരുന്നു ഭീമൻ ഹനുമാനോട് പ്രയോഗിക്കുന്നത്. ഹനുമാനാകട്ടെ തൻ്റെ ദീനാവസ്ഥയിൽ അനുകമ്പ തോന്നുമെന്നും മാനവധർമ്മം ഓർത്ത് ദുശാഠ്യം ഉപേക്ഷിക്കണമെന്നും അപേക്ഷാസ്വരത്തിൽ പറയുന്നു. വൃദ്ധവാരനൻ എളിമയും ദീനതയും പ്രകടിപ്പിക്കും തോറും പാണ്ഡവൻ തട്ടിക്കയറാൻ തുടങ്ങി. എളിയവരെ പീഡിപ്പിച്ച് രസിക്കുന്നത് ദുഷ്പ്രഭുത്വത്തിൻ്റെ സ്വഭാവമാണല്ലോ. താൻ പുരുവംശത്തിൽ പിറന്ന വീരനാണെന്നും ആരോടും തോൽക്കുകയില്ലെന്നും എതിരാളികളെ വകവരുത്തുമെന്നും പമ്പു പറയുന്ന ഭീമനെ ഹനുമാൻ കണക്കിന് ശകാരിക്കുന്നു. 5 പേർ ചേർന്ന് ഒരു പെണ്ണിനെ പാണിഗ്രഹണം ചെയ്യുന്ന രീതി ഒരു ജാതിയിലും നടപ്പില്ല. ധർമ്മത്തിൻ്റെ പേരിൽ വാചാലരായവർ ധർമ്മം വിട്ട് പെരുമാറുന്നത് വിചിത്രം തന്നെ. വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമില്ലാത്ത പ്രഭുക്കളെ പരിഹസിക്കുന്നതാണ് ഹനുമാന്റെ വാക്കുകൾ. ആരോടും തോൽക്കുകയില്ല എന്ന് പറയുന്ന ഭീമൻ ദുര്യോധനന്റെ മുന്നിൽ തോറ്റ് തുല്ലിട്ട് വനവാസത്തിന് പോകുന്നുണ്ട്. തന്നേക്കാൾ കേമന്മാരുടെ മുന്നിൽ താണു കൊടുക്കുകയും അഗതികളുടെ മുന്നിൽ വമ്പു നടിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ പൊള്ളത്തരമാണ് നമ്പ്യാർ ഇവിടെ പരിഹാസ്യ വിഷയമാക്കിയിരിക്കുന്നത്. പെണ്ണിന്റെ വാക്കുകേട്ട് വരുംവരായ്മകൾ തിരിച്ചറിയാതെ ചാടിപ്പുറപ്പെടുന്ന ശുംഭന്മാരുടെ പ്രതിനിധിയായി ഭീമനെ ചിത്രീകരിക്കുന്നു. സഹോദരന്മാരുടെ സംഗമം കൊണ്ട് ഹൃദയംഗമമായി ചിത്രീകരിക്കുന്ന ഇതിഹാസ കഥയെ ദുഷ്പ്രഭുക്കന്മാർ നീചജാതിയുടെ മെക്കിട്ട് കയറുന്ന വർഗ വിവേചനമായി നമ്പ്യാർ ചിത്രീകരിക്കുന്നു. കേരളം കണ്ട മഹാനായ ഹാസ്യ സാഹിത്യകാരനായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. സമൂഹത്തിലെ പൊരുത്തക്കേടുകളും നീതി നിഷേധവും ആചാര അപജയങ്ങളും കണ്ട് അദ്ദേഹം പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തു. ഇതിവൃത്ത ഘടനയിലും പാത്ര സ്വഭാവത്തിലും ആവിഷ്കരണ ശൈലിയിലും ഭാഷാ പ്രയോഗത്തിലുമെല്ലാം ആ നർമ്മഭാവന പ്രവർത്തിച്ചിരുന്നു. ഹനുമാൻ ഭീമന് രാമകഥ പറഞ്ഞു കൊടുക്കുന്നു. തുടർന്ന് ഭീമൻ കുബേരന്റെ സൗഗന്ധിക പൊയ്കയിലേക്ക് പുറപ്പെടുന്നു. ഹൃദ്യവും നയനാനന്ദകരവുമായ കാഴ്ചകൾ കണ്ട് തടാകത്തിലിറങ്ങി ഭീമൻ സൗഗന്ധിക പുഷ്പങ്ങൾ പറിച്ചെടുക്കുന്നു. ഇത് കണ്ട് എതിർത്ത രാക്ഷസ കൂട്ടങ്ങളെ ഭീമൻ ഗദ കൊണ്ട് പ്രഹരിച്ചു. സൗഗന്ധിക പുഷ്പങ്ങളുമായി ഭീമൻ വീണ്ടും കദളീവനത്തിലെത്തി ഹനുമാനെ സന്ദർശന ശേഷം പാഞ്ചാലിയുടെ സവിധത്തിൽ എത്തിച്ചേരുന്നു.